സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് മുന്നറിയിപ്പാണ്. തിരുവനന്തപുരത്തെ അവസ്ഥ നമ്മൾ വിശദമായി പരിശോധിച്ചിരുന്നു. ഇനി കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും. നിലവിൽ കഴിഞ്ഞ 2 ദിവസമായി അവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വെള്ളം കയറുകയും അല്ലെങ്കിൽ വെള്ളക്കെട്ടും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം അവിടെയുണ്ടോ? സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ചെറിയ മഴയത്തും വേഗത്തിൽ വെള്ളം പൊങ്ങുന്നു, റോഡുകളിലേക്ക് വെള്ളം കയറുന്നു, ഗതാഗത കുരുക്ക്, മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിന് കാരണമാകുന്നു എന്നത് തന്നെയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ തവണയും ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകാറില്ല. ഇത്തവണയും ഇതിനു മുമ്പ് തന്നെ, മഴയ്ക്ക് മുമ്പ് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികളടക്കം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമുണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലെല്ലാം വെള്ളം ഉയർന്നു. അവിടെ നിന്നെല്ലാം വെള്ളം ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും നിരന്തരമായി തുടർച്ചയായി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളാണ്. വെള്ളക്കെട്ടിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ജില്ലയിൽ മാത്രമല്ല സമീപ ജില്ലകളിലും, തൃശ്ശൂർ അടക്കമുള്ള കോട്ടയത്തും ഇടുക്കിയിലും എല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റ് സമീപ ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഇവിടെ പെയ്യുന്നത്. പ്രത്യേകിച്ച് തീരദേശ മേഖല, അവിടെ വലിയ ഒരു മഴ കനക്കുന്ന സമയത്ത് കടൽക്ഷോഭം അടക്കമുണ്ടാകുന്ന പ്രദേശങ്ങളാണ്. അവിടെ ആളുകൾ, കടൽഭിത്തിയില്ലാത്ത നിരവധി മേഖലകളുണ്ട്. കടൽഭിത്തി നിർമ്മാണം പൂർത്തിയായി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കടൽഭിത്തി ഇപ്പോഴും ഇല്ലാത്ത, കടൽഭിത്തി തകർന്ന ഭാഗങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. മഴ ഇതുപോലെ ഈ രീതിയിൽ കനത്ത് തുടരുകയാണെങ്കിൽ പല ഭാഗങ്ങളും കനത്ത വെള്ളക്കെട്ടിലാകാനുള്ള ഒരു സാധ്യതയാണ്. നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാവിലെ എല്ലാം തന്നെ വലിയ തോതിൽ വെള്ളം റോട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ വെള്ളം പല ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങി. ഇവിടെ അല്പസമയമായി മഴ മാറി നിൽക്കുന്നുണ്ട്. അർദ്ധരാത്രിയിലും പുലർച്ചെയും എല്ലാമായിരുന്നു വലിയ മഴ പെയ്തത്. വലിയൊരു ജാഗ്രതാ നിർദ്ദേശം എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലുമായി നൽകിയിട്ടുണ്ട്. എറണാകുളം മുനമ്പം മുതൽ മറുവക്കാട് വരെയുള്ള പ്രദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ എറണാകുളം മുനമ്പം FH മുതൽ മറുവക്കാട് മുതൽ വരെയുള്ള ഭാഗം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം, അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്ന പ്രദേശമാണ്. ഒപ്പം തന്നെയാണ് സമീപ ജില്ലകളിലും, തൃശ്ശൂർ ജില്ലയിലെ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഭാഗങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ അവർ ജാഗ്രത പുലർത്തണം. മാത്രമല്ല ഇത്തരത്തിൽ യാത്രകൾ, വിനോദസഞ്ചാര യാത്രകൾ അടക്കം കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ മുന്നറിയിപ്പ് ആളുകൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കനത്ത മഴ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇനിയുള്ള ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഒരുപക്ഷെ ഈ രീതിയിൽ മഴ തുടരുകയാണ് എങ്കിൽ ഓറഞ്ച് അലർട്ട് മാറി റെഡ് അലർട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. തീവ്ര മഴ മുന്നറിയിപ്പിലേക്ക്, അതിശക്ത മഴ മുന്നറിയിപ്പിൽ നിന്ന് തീവ്ര മഴ മുന്നറിയിപ്പിലേക്ക് മാറും. അങ്ങനെയെങ്കിൽ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് എറണാകുളത്തെ കളമശ്ശേരി മേഖലകളിലെല്ലാം വെള്ളം കയറുന്ന പ്രദേശങ്ങൾ നിരവധിയാണ്. നഗരപ്രദേശങ്ങൾ എന്ന് പറയുമ്പോഴും മറ്റ് വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ ശക്തമായി തന്നെ നടപ്പിലാക്കുന്നു. അത്തരം മാർഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് പലയിടത്തും വെള്ളം കെട്ടി വേഗത്തിൽ തന്നെ വീടുകളുടെ ഉള്ളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷവും വെള്ളക്കെട്ടും എല്ലാം ഉണ്ടാകുന്നത്. എല്ലാ മഴയത്തും എറണാകുളം നഗരത്തിൽ MG റോഡ് അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൻ്റെ ഒരു ഭീതിയിൽ തന്നെയാണ് കഴിയുന്നത്. ഇത്തവണ മാത്രമാണ് ഒരല്പം ആശ്വാസം അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്. എന്നാൽ എടപ്പള്ളിയുടെ മേഖലകളാണെങ്കിലും കളമശ്ശേരിയുടെ ഭാഗങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ രാത്രി മുതൽ പെയ്ത മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഒരല്പം ആശ്വാസമുള്ളത്. എന്നാൽ മഴ ഈ രീതിയിൽ രാത്രിയിൽ വീണ്ടും തുടരുകയാണെങ്കിൽ വലിയ ഒരു വെള്ളക്കെട്ട് സാധ്യതയിലേക്ക്, ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭ സാധ്യതയിലേക്ക് എല്ലാം തന്നെയാണ് നീങ്ങുന്നത്. ശരി.